ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടറാണ്. ക്രിസ്പി ബീഫാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ബീഫ് 1/2 കിലോ. ബീഫ് ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഇറച്ചിയിലേക്ക് ഇനി കോൺഫ്ലവർ ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. കോൺഫ്ലവറും ഇറച്ചിയും ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഓരോ ഇറച്ചിയുടെ പീസിലും കോൺഫ്ലവർ നല്ലതുപോലെ കോട്ടാവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീതമാണ് കോൺഫ്ലവർ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു ബാച്ച് വറുക്കാനുള്ള കോൺഫ്ലവറാണ് ഞാനിപ്പോൾ ഇറച്ചിയിൽ ചേർത്തിരിക്കുന്നത്. നല്ല ചൂടായ എണ്ണയിലിട്ട് ഇത് വറുത്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ബീഫ് മറിച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബാക്കി ഉള്ള ബീഫിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 1/2 കിലോ ബീഫ് വറുത്തെടുക്കാൻ ഞാൻ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ബീഫും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ബീഫ് ഞാൻ മുഴുവനും വറുത്ത് കഴിഞ്ഞു. ഇനി ഈ വറുത്ത ബീഫ് മുഴുവനും കൂടെ നമ്മൾ എണ്ണയിലേക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിനൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഡാർക്ക് സോയ സോസ് 1 ടേബിൾ സ്പൂൺ, ഇടിച്ച മുളക് 1 ടീസ്പൂൺ, പഞ്ചസാര 2 ടീസ്പൂൺ, വിനാഗിരി 1 ടീസ്പൂൺ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഇതെല്ലാം സോസെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തീ ഓണാക്കിയിരിക്കുന്നത്. ഇനി അത് ചെറിയ തീയിൽ വെച്ചിട്ട് ആ സോസ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ സോസ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് വറുത്ത് വെച്ച ബീഫ് അതിലേക്ക് ഇടാം. ഇനി ആ സോസും ബീഫും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഓരോ ബീഫിൻ്റെ പീസിലേക്ക് ആ സോസ് നല്ലതുപോലെ കോട്ടായിട്ടുണ്ട്. നല്ലൊരു സ്റ്റാർട്ടറാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്.